ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റെഡ്മി നോട്ട് 9 പ്രോ മാക്സ് എന്ന സ്മാർട്ട് ഫോണിൻ്റെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. സോ റെഡ്മിയിൽ നിന്ന് നോട്ട് 9 പ്രോ അതുപോലെ തന്നെ റെഡ്മി നോട്ട് 9 പ്രോ മാക്സ് എന്നീ രണ്ട് സ്മാർട്ട് ഫോണുകളും ഒഫീഷ്യലി ഇന്നാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ടൈമൊന്നും വേസ്റ്റ് ചെയ്യാതെ നേരെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങൾ നോക്കാം. അതിന് മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ അപ്പുറത്തൊരു ബെല്ലൈക്കൺ വരും, അതുകൂടി ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്യാം. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ റെഡ്മി നോട്ട് 9 പ്രോ മാക്സ് എന്ന സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ സൈസ് വരുന്നത് 6.67 ഇഞ്ചാണ്. അതുപോലെ തന്നെ ഫുൾ HD+ IPS LCD ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നത്. പിന്നെ നമ്മൾ സാംസങ് ഫോണുകളിലൊക്കെ കണ്ടുവന്ന ആ ഒരു സെൽഫി ക്യാമറ ഡിസ്പ്ലേയുടെ സെൻറ്ററിലാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് 84.6% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ലഭിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ ഗോറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനും ലഭിക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബിൽഡ് ക്വാളിറ്റിയെക്കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് സൈഡും അതുപോലെ തന്നെ റിയർ സൈഡിലും ഗോറില്ല ഗ്ലാസ് 5 ആണ് വരുന്നത്. പിന്നെ പ്ലാസ്റ്റിക് ഫ്രെയിമുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് ലഭിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പെർഫോമൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൽ വരുന്ന ചിപ്സെറ്റ് എന്ന് പറയുന്നത് ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 720G ആണ്. നമ്മുടെ റിയൽമി 6 പ്രോയിലെ കണ്ട ആ ഒരു സെയിം ചിപ്സെറ്റ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിലും വരുന്നത്. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ്രോയിഡ് 10 കസ്റ്റമൈസ്ഡ് MIUI 11 ആണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് 3 വേരിയൻസിൽ അവൈലബിൾ ആണ്. ബേസ് വേരിയൻറ്റ് വരുന്നത് 6GB റാം ആൻഡ് 64GB ഇൻ്റേണൽ സ്റ്റോറേജ് ആണ്. അതുപോലെ തന്നെ മിഡിൽ വേരിയൻറ്റ് 6GB റാം 128GB. പിന്നെ നമുക്കൊരു ലാസ്റ്റ് വേരിയൻറ്റ് വരുന്നത് 8GB റാം ആൻഡ് 128GB ആണ്. നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറയെക്കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയർ സൈഡിലൊരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് ലഭിക്കുന്നത്. പ്രൈമറി ആയിട്ട് നമുക്ക് 64 മെഗാപിക്സലിൻ്റെ മെയിൻ സെൻസറാണ് വരുന്നത്. f1.9 ആണ് അപ്പർച്ചർ വരുന്നത്. പിന്നെ ഒരു 8 മെഗാപിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ലെൻസും പിന്നെ ഒരു 5 മെഗാപിക്സലിൻ്റെ ഒരു മാക്രോ ലെൻസും പിന്നെ ഒരു 2 മെഗാപിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് ലഭിക്കുന്നത്. സോ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ ഉപയോഗിച്ചെടുത്ത കുറച്ച് ക്യാമറ സാമ്പിൾസ് നമുക്ക് കാണാം. ഇനി നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സെൽഫി ക്യാമറയെക്കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 32 മെഗാപിക്സലാണ് സെൽഫി ക്യാമറ വരുന്നത്. നമ്മുടെ റെഡ്മി നോട്ട് 8 പ്രോ എന്ന സ്മാർട്ട് ഫോണായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. കാരണം ആ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് 20 മെഗാപിക്സലായിരുന്നു സെൽഫി ക്യാമറ ലഭിച്ചിരുന്നത്. സോ ഇതിൽ നമുക്ക് 32 മെഗാപിക്സൽ സെൽഫി ക്യാമറ വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസ്പ്ലേയുടെ ഉള്ളിൽ സെൻട്രലായിട്ടാണ് നമുക്ക് ഈ ഒരു സെൽഫി ക്യാമറ ലഭിക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററിയെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു അപ്ഗ്രേഡിങ് തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ വന്നിട്ടുണ്ട്. 5020 mAh ആണ് ബാറ്ററി കപ്പാസിറ്റി വരുന്നത്. അതുപോലെ തന്നെ 33 വാട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ്ങും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ കമ്പനി അവകാശപ്പെടുന്നത് 30 മിനിറ്റ്സ് തന്നെ 50% നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ചാർജ് ചെയ്യാൻ സാധിക്കുമെന്നാണ്. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ Type-C പോർട്ടാണ് വരുന്നത്. ഒപ്പം 3.5mm ഓഡിയോ ജാക്കും ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത് സൈഡിലാണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് 3 കളേഴ്സിൽ അവൈലബിൾ ആണ്. ഔറോറ ബ്ലൂ, അതുപോലെ തന്നെ ഗ്ലേഷ്യർ വൈറ്റ്, ഇൻ്റർസ്റ്റെല്ലാർ ബ്ലാക്ക് എന്നീ 3 കളേഴ്സിലും ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആണ്. സോ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ റെഡ്മി നോട്ട് 9 പ്രോ മാക്സ് എന്ന സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങൾ. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസിങ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള 6GB റാം ആൻഡ് 64GB ഇൻ്റേണൽ സ്റ്റോറേജിന് പ്രൈസ് വരുന്നത് 14,999 ആണ്. മിഡിൽ വേരിയൻറ്റിന് നമുക്ക് 16,999 അറ്റ് ലാസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ 8GB റാം ആൻഡ് 128GB ഇൻ്റേണൽ സ്റ്റോറേജിന് പ്രൈസ് വരുന്നത് 18,999 പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഒഫീഷ്യലി ഇന്നാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ മാർച്ച് 25 മുതൽ അവൈലബിൾ ആയിരിക്കും. സോ ഫ്രണ്ട്സ്, ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പുറത്ത് വരുന്ന ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് നാളെ 5 മണിക്ക് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.